നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് പ്ലം കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഇത് 1 kg മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലത്തേക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ഏലക്ക 2 ഏലക്ക 3 ഗ്രാമ്പ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മൈദ മിക്സ് ഒന്ന് എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് 250 ml 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും അരിക്കണമെന്നൊരു ആവശ്യമില്ല, കാരണം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് അരിച്ചെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്കിപ്പോൾ സ്പൈസസ് ആയിട്ടുള്ള മസാല പൊടികളുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഈ പൊടികൾ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര മാത്രം പൊടിച്ചെടുത്താൽ മതിയേ. ഇനി ഞാനിപ്പം ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡ് ബീറ്ററാണ് കേട്ടോ. ഇതിന് ശരിക്കും സ്റ്റാൻഡ് ബീറ്ററിൻ്റെ ആവശ്യം തന്നെ ഇല്ല, നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാത്രം ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഞാനിപ്പം സ്റ്റാൻഡ് ബീറ്ററിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ തണുപ്പില്ലാത്ത മുട്ട വേണം എടുക്കാനുള്ളത്. അപ്പം ഇത് 1 kg ആ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 1 kgക്ക് 4 മുട്ടയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ 4 മുട്ടയിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് 2 കപ്പ് 250 ml 2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ക്യാരറ്റും അതിൻ്റെ നേർപകുതി തന്നെ 1 കപ്പ് ഡേറ്റ്സ് ആണ് കേട്ടോ. ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈത്തപ്പഴം നമുക്കിപ്പം 1.5 കപ്പ് ചേർത്താൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ 1 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈത്തപ്പഴം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാരയുടെ കൂട്ടുണ്ടല്ലോ, അത് മുഴുവനായിട്ടും തന്നെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചേർക്കുന്ന കറക്റ്റ് ആ ഒരു മധുരമാണ് കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ്, അതായത് 1 കപ്പിൻ്റെ ഏകദേശം 1 കപ്പ് അടുപ്പിച്ചോളം പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സായി വരാനായിട്ട് ഞാൻ ഇതുപോലെ സ്റ്റാൻഡ് ബീറ്ററിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയും ഡേറ്റ്സും അതുപോലെ തന്നെ ഈത്തപ്പഴം എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ ക്യാരമൽ, അതായത് 1/2 കപ്പ് പഞ്ചസാരയും മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തെടുത്തിട്ടുണ്ടാക്കിയ ആ ഒരു ക്യാരമലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 1/2 കപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതങ്ങ് ജസ്റ്റ് ഒന്ന് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരമലാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്യാരമൽ വാങ്ങാൻ കിട്ടും. അതിൽ നിന്ന് ഞാനൊരു 1/4 കപ്പും തികച്ചെടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു 1/4 കപ്പിനകത്ത് ആ ഒരു ക്യാരമൽ നമുക്ക് ചേർത്തെടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ 1/2 കപ്പോളം നിറച്ചും തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പ്ലം എസൻസാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ കുറച്ച് ബദാമും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഞാനിതിപ്പം വയ്ക്കുന്നത് അടുപ്പിലാണ് കേട്ടോ, കാരണം ഓവനിലല്ല വയ്ക്കുന്നത്. അടുപ്പിലേക്ക് ഒരു 50 മിനിറ്റ് എനിക്ക് ഇത് വേവാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൂപ്പിക്കിലേക്ക് ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല ഒരു സോഫ്റ്റാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ തന്നെ ഇഷ്ടപ്പെടും. നമ്മുടെ ഇപ്പോൾ സ്കൂളിലൊക്കെ ടീ കേക്കായിട്ടൊക്കെ ഇതൊക്കെ കൊടുത്തേച്ചാൽ നല്ലൊരു ഇതാണ് കേട്ടോ, കൊച്ചുങ്ങൾക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന നട്ട്സും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ്സും ക്യാരറ്റും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് ഓവനും ബീറ്ററും ഒന്നും തന്നെ ഇതിനാവശ്യമില്ല കേട്ടോ. ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ എന്നും പറയുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.